ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ്. ഈ ഒരു പേര് കൊമ്പൻകാട് എന്ന് കാണുമ്പോൾ തന്നെ ഞാനിപ്പോൾ ആരുടെ വീട്ടിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. യെസ്, ലാല മലപ്പുറത്തിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കുറെ നിധികളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. മനസ്സിൽ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നോ ഈ വീടിന് ഒരു മേക്ക് ഓവർ കൊടുക്കണം? ക്ലൈന്റ് ഇങ്ങനെ പറയും, വീട്ടിൽ നിന്ന് വീഡിയോ ചെയ്തിട്ട് അയച്ചാലും മതി, അങ്ങനെ പറയും. അപ്പൊ എനിക്ക് ഏറ്റവും നല്ല ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചാലും ഫ്രെയിം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രത്തോനെ ചെടികളും നമ്മളെ മുറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തത്. ഫ്രണ്ടിൽ ആ കൊമ്പൻകാട് പേരിടാനുള്ള ഒരു കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ ആദ്യത്തെ വീട് പറഞ്ഞാൽ ചെറിയ വീട്. അപ്പൊ അതിമ കൊടുത്തിട്ട് നമുക്ക് കൊമ്പൻകാട് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പോണ നല്ല നല്ല വീടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു ജാതി ഇതുണ്ടാവും. അതായത് എൻ്റെ വീട്ടിൽ എന്നാണ് ഇങ്ങനത്തെ ഒരു ബോർഡ് വെക്കാൻ പറ്റുക, അങ്ങനെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചില വീഡിയോസിന് ക്യാമറമാൻ പറയാം നമുക്ക് വീട്ടിൽ നിന്ന് എടുത്താലോന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ അതിനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു, ഒരു ദിവസം എൻ്റെ വീട്ടിലത് വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് റീനാഗ്രഹിക്കുന്നത്. സത്യം പറഞ്ഞത് ഇപ്പോൾ അതിൽ ഞാനൊരു എന്തായാലും പറയാ ഒരുപാട് സന്തോഷം. ഇനി ഇതിന്റെ വീട്ടുപേരാക്കാൻ പറ്റിയ വീട്ടുപേരാക്കണോന്ന് വരെ ഞാൻ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ ഹോം ടൂറിന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാണ്. കാരണം ഇത് പ്രേക്ഷകർ ഓരോരുത്തരുടെ ചെവിയിലും പോയിട്ട് ഇതിലേക്ക് പറയാൻ പറ്റില്ല ഇത്ര പോകുന്ന റൂമാണ്, ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. ആണല്ലോ, ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ 2 കോടിക്കുള്ള സ്പേസ്, അതിനുള്ള സ്കോപ്പ് ഉണ്ടോ? ടൗണിൽ ഇറങ്ങിയപ്പോൾ ഒരു കാക്ക ചോദിച്ചു, ലാലേ കുടിരിക്കലൊക്കെ കഴിഞ്ഞൂലേ? അങ്ങനെ പറഞ്ഞു, കുടിരിക്കലൊക്കെ കഴിഞ്ഞൂലേ? ഞങ്ങളൊന്നും വിളിച്ചില്ല. ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 2 കോടിന്റെ വീട് വെച്ചത് അയാൾ പറയാ 2 കോടിന്റെ പെരജ് ഉണ്ടാക്കിയത് ഞങ്ങളൊക്കെ കണ്ടിട്ടാട്ടോ, ഞങ്ങളൊക്കെ ലൈക്ക് അടിച്ചിട്ടാട്ടോ. എന്റെ മനസ്സാകണ്ട് തളർന്നുപോയി. ഇല്ല, അതിന് നേരം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കോണ്ടന്റ് ഉണ്ടാക്കും. ജർമ്മൻ പഠിക്കാനും ജർമ്മനിയിലേക്ക് പറക്കാനും ഇനി എഡ്യൂഫ്ലെയർ, ഇന്ത്യസ് #1 ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹായ്, ഹലോ, നമസ്കാരം. വീണ്ടും ഒരു ഹോം ടൂർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ്. ഈ ഒരു പേര് കൊമ്പൻകാട് എന്ന് കാണുമ്പോൾ തന്നെ ഞാനിപ്പോൾ ആരുടെ വീട്ടിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. യെസ്, ലാല മലപ്പുറത്തിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇക്ക ഓടിവായോ. ഇന്ന് ഈ വീട് മുഴുവൻ ഞാൻ ഇന്ന് അരിച്ചു പെറുക്കും. കുറെ നിധികളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ശരിയാണോ? അല്ല, പെറുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഒരുപാട് ആൾക്കാർക്ക് പലതും പറഞ്ഞു കൊടുക്കാണ്ട്. സത്യത്തിൽ ഇക്കാന്റെ പഴയ വീട് അതിനൊന്ന് പുതുക്കി പണിതൊരു മേക്ക് ഓവർ കൊടുത്തതാണല്ലേ സത്യത്തില്. പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട്. ശരിക്കും മനസ്സിൽ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നോ ഈ വീടിന് ഒരു മേക്ക് ഓവർ കൊടുക്കണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മളെ വർക്ക് ക്ലൈന്റ് ഇങ്ങനെ പറയും, വീട്ടിൽ നിന്ന് വീഡിയോ ചെയ്തിട്ട് അയച്ചാലും മതി, അങ്ങനെ പറയും. അപ്പൊ എനിക്ക് ഏറ്റവും നല്ല ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചാലും ഫ്രെയിം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രത്തോനെ ചെടികളും നമ്മളെ മുറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തത്. അതെ, ഞാൻ ആദ്യം വന്നപ്പോ ഈ ഊഞ്ഞാല രാവിലെ ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കാരണം ഇത് ഭയങ്കര കാമായിട്ടുള്ള സ്ഥലം. കിളികളുടെ സൗണ്ട് കേൾക്കാം, ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം. അതെ, തീർച്ചയായിട്ടും അത് അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ്. ഇവിടെ അങ്ങനെ വീഡിയോ എടുക്കാൻ യാതൊരു ശല്യം ഉണ്ടാവില്ല. നമ്മളെ ഒരു വണ്ടിന്റെ ഓണിന്റെ സൗണ്ടും കൂടെ വരില്ല. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? ഇത് ഊഞ്ഞാലോ നമ്മളെ സത്യം പറയുകയാണെങ്കിൽ ഇത് എനിക്ക് തന്നത് നമ്മളെ
മോളുട്ടി ഉണ്ട് കൊമ്പങ്കാടിലെ പെണ്ണ്, അറിയോ? വീഡിയോ കണ്ടിട്ടുണ്ട്. അതാണ് ഓള് ഗിഫ്റ്റ് ആയിട്ട് അയച്ചത്. ഗിഫ്റ്റ് തന്നെയാണ്, പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട്. വീടിന് ചേരുന്നൊരു ഊഞ്ഞാല് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് അളവെടുത്തിട്ട് പോയിട്ടുണ്ടോ വീഡിയോ അത്രയും കറക്റ്റ് ആണ്. കറക്റ്റ് അളവെടുത്ത് പോയിട്ടുണ്ട്. ആള് വന്നപ്പോ പറഞ്ഞു ഇത് ഞാൻ കൊടുത്ത് തന്ന ഊഞ്ഞാലാട്ടോ. അല്ലല്ല അറിഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിട്ട് തന്നെ ആണല്ലേ? പിന്നെ അറിഞ്ഞ ഞാൻ ഓള് തന്നാന്നല്ല. ഓക്കെ, നമുക്ക് അകത്തേക്ക് കയറിയാലോ? ഓക്കെ. ക്യൂട്ട് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്, അധികം വലിപ്പം വേണ്ട. ഇത് പണ്ടുണ്ടായ വീട്ടിലുണ്ടായ ആദ്യമുള്ള സിറ്റ് ഔട്ട് ആണ്. ഇതിന്മേൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഇത് പഴയ വീടിന്റെ സൺസൈഡ്, ചെരിഞ്ഞിട്ടുള്ള സൺസൈഡ്, അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിന്റെ കമ്പിയൊക്കെ നിർത്തിയിട്ട് തന്നെയാണ് ഈ സ്ലാബ് ഇതൊക്കെ പോലെ ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡ് ആണ്. അപ്പൊ ഇതിന്റെ കുറച്ചൊരു ഐഡിയ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു എഞ്ചിനീയർ വെച്ചിരുന്നു, ആളും പുലിയാണ്, ജൂനിയേഴ്സ് എന്നുള്ള അടുത്തുള്ള ആളാണ്, പയമ്പളൂരുള്ള. അപ്പോൾ ഓനും കൂടെ ഹെൽപ്പ് ചെയ്തപ്പോൾ സെറ്റാണ്. ഇനി നമുക്ക് വീട് മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. കാരണം പ്രേക്ഷകരെ വെയിറ്റ് ചെയ്യുന്നത് 2 കോടി രൂപ ചെലവഴിച്ചുണ്ടാക്കിയ വീട് എന്നാണ് ഞങ്ങൾ കേട്ടത്. ശരിയാണോ എന്ന് അറിയില്ല. പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇത് 2 കോടിയുടെ വീടാണോ, ഇതില് സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ, ഒരുപാട് കാര്യങ്ങൾ. റൂമിലും ഞങ്ങൾക്ക് പൂള് കാണാം. അതാണ് അതൊക്കെ നമുക്ക് കണ്ടറിയാം. ഓക്കെ, അകത്തേക്ക് കയറിയാലോ? ഓക്കെ. ഓ വൗ, നൈസ്. നമുക്ക് ആദ്യം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ. ഒരു ക്യൂട്ട് ആയിട്ടുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പണ്ടത്തെ വീട്ടിലുണ്ടായതാണോ? ഇത് ഒരു ബെഡ്റൂം ആയിരുന്നു. ബെഡ്റൂം ആയിരുന്നു ഇത്. ഓക്കെ, അതിന് മേക്ക് ഓവർ കൊടുത്താണോ? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇതില് 3 ബെഡ്റൂം ആയിരുന്നു. അപ്പൊ അതിൽ ഒരു ബെഡ്റൂം കളഞ്ഞിട്ടാണ് ഇതേപോലെ ഒരു ലിവിങ് സെറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു കിച്ചണും, ഒരു റൂം കളഞ്ഞിട്ടാണ് കിച്ചണും ഉണ്ടാക്കി. കിച്ചണും ചെയ്തിട്ടുണ്ട്. അപ്പൊ താഴെ റൂം കമ്മിയപ്പോഴാണ് മുകൾക്ക് വീട് ഉണ്ടാക്കിയത്. ഇതിപ്പോ കൊറേ വീട് ചെയ്തത് കൊണ്ട് ആൾക്ക് ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ കൊറേ വീട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലാൻ മനസ്സിൽ വരുമല്ലോ. ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്, ഞാൻ പറഞ്ഞല്ലോ. അതെ, അത് പിന്നെ അത് മാത്രല്ല ഇന്റേതല്ല, എഞ്ചിനീയർ തലയും കൂടെ ഉണ്ട്. എഞ്ചിനീയർ ആണ് മെയിൻ. അതെ, ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്, ഒരു വാർഡ് വാങ്ങുന്നതുണ്ട്. ബോച്ചയുടെ അത് സിയയുടെ. നമ്മുടെ കുഞ്ഞക്കയുടെ ഒരുപാട് ഒരുപാട് ഇതൊക്കെ ഫാൻസ് അയച്ചതാണോ? അതെ, ഈ ഫാൻസ് വരക്കണതാ. ഈ വരക്കണതുണ്ട്. അതേപോലെ ഒരു ഫ്രെയിം ആക്കിയിട്ട് നമ്മള് ഇനാഗ്രേഷൻ ഒക്കെ പോകുമ്പോ സ്റ്റേജിൽ കയറിയിട്ട് ഓരോരുത്തർ തരും. അങ്ങനെ തരുന്നതാ. കുഞ്ഞാപ്പൂവിന്റെ, ഞാനും കുഞ്ഞാപ്പൂ ഉള്ളത്, അതേപോലെ ഞാനും ഫാറൂഖും മുനീറും ഉള്ളത് അവിടെ ഉണ്ട്. ഇത് നമ്മളെ ഫ്രണ്ട്സ്, നാട്ടിലുള്ള ആൾക്കാര്, ഞങ്ങളെല്ലാരും കൂടെ ധനുഷ്കോടി പോയതാ. ഒരു 42 പേരുണ്ടാവും ഒരു ബസ്സിന്. അന്നൊന്നും നമ്മള് കൊമ്പങ്കാടൊന്നും ആയിട്ടില്ല. പക്ഷെ ഇവർക്ക് ഭയങ്കര സന്തോഷം. കുറച്ചു പേർക്കൊക്കെ ചിലപ്പോ ആ സമയത്ത് ടാലന്റ് അറിയുന്നുണ്ടാവും അല്ലേ? അല്ല, അന്ന് നമ്മള് യൂട്യൂബിലുണ്ട്, പക്ഷെ അത്ര ഫെയിം അല്ല. എന്നാലും കട്ട സപ്പോർട്ടാണ്. അതെ, കട്ട സപ്പോർട്ട് പറഞ്ഞാൽ 1.5 സപ്പോർട്ടാണ്. നമ്മളെ നാട്ടുകാരെ കുറിച്ച് നമുക്ക് പറയാനുണ്ടായി 1.5 സപ്പോർട്ടാണ്. നമ്മളെ വീട്ടുകാര്, നാട്ടുകാര്, നമ്മളെ സുഹൃത്തുക്കള്, ഇങ്ങനെ എല്ലാവരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഒരു നാട്ടിൽ നിന്ന് ചില ആൾക്കാർക്ക് അത്ര ചിലപ്പോൾ സപ്പോർട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇന്റെ അത്ര കിട്ടണേ ഫുൾ സപ്പോർട്ട് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളടുത്ത് എന്തെങ്കിലും ഒരു വീഡിയോയിൽ ഫാൾട്ട് വന്നാലും വരെ ഒരു പറഞ്ഞു തരും. അത് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് പറയല്ലേ? അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. കുറെ അവാർഡുകൾ ഇനിയുണ്ട്. ഇവിടെ വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് അവാർഡുകൾ ഒരുപാട്. ബോച്ചയുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. സിയ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഇരുന്നത്. സിയാന്റെ പ്രോഗ്രാമിൽ ഹൈലൈറ്റ് മാൾ, കോഴിക്കോട് ഹൈലൈറ്റ് മാൾ നേരത്തെ. എത്ര വർഷം മുമ്പ്? ഇത് 2 വർഷം മുന്നേ. 2 വർഷം മുമ്പേ ഉള്ളത്. രണ്ടുപേരും വൈറ്റ് ഒക്കെ ഇട്ട് നിൽക്കണം. ഓക്കെ. ആൻഡ് ഓൾറെഡി ഒരു ഫേവറേറ്റ് യൂട്യൂബർ ആവുമ്പോ എല്ലാ യൂട്യൂബേഴ്സിന്റെയും വീട്ടിലുണ്ടാവുന്ന ഒരു മെയിൻ കാര്യം പ്ലേ ബട്ടൺ എപ്പോഴും ഫ്രണ്ടിൽ തന്നെ തൂക്കണം. ഓൾറെഡി അതല്ല, ഇതാണ് നമ്മളെ ഏറ്റവും വലിയ എന്താ പറയാ. ഇനി ഇതില് വലുത് വരാണ്ട്, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോണുള്ളൂ. ചെയ്യാനായി 1 മില്യൺ ആവാനായി യൂട്യൂബ്. വെയിറ്റിംഗ് വൺ ഡേ നടക്കും. ഞാൻ വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെന്താ, അതിന്മേലെ എന്താ വേണ്ടേ? സത്യം. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കിട്ടുമ്പോഴാണ് നമുക്ക് ഇതിമന്ന് വിട്ടു പോവാതെ ഇതിമ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാൻ തോന്നുന്നത്. സത്യം പറയാം. ഇത് നമ്മൾക്ക് ഇതിന് ഇത്ര വലിയ വാല്യൂ ഇല്ലാന്ന്. പക്ഷെ ഓരോ ആൾക്കാർ വന്നിട്ട് ലാൻഡ് വീട്ടിലുള്ള പ്ലേ ബട്ടൺ, കുട്ടികളൊക്കെ വന്നാലുണ്ടല്ലോ, കുട്ടികൾ വന്നിട്ട് അപ്പൊ അവരെ മനസ്സിൽ വരെ ഇതിന് അത്രയും വാല്യൂ ഉണ്ട്. ശരിയാ. അപ്പൊ പിന്നെ എന്തിനാ നമ്മള് കുട്ടികളാണ് പിടിക്കും. കുറെ വർഷം മുമ്പ് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാനും തൊട്ടു എന്ന് ഞാൻ വാങ്ങാനാ. ഒരുപാട് ട്രോഫീസ് ഇനിയുണ്ട്. ഇവിടെ വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരുപാടുണ്ട്. അവിടെ ഉണ്ട്, നമുക്ക് അവിടെ കൂടെ നോക്കാം.
ഓക്കെ, ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഹോൾ പ്ലസ് ഡൈനിങ് ഏരിയ. Yeah. ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ സത്യത്തില്. ഇതെന്താന്നോ ഇതിൽ ഇത്രേ പറ്റൂ. കാരണം ഇത് ഓൾറെഡി ആദ്യം ഇതിൽ ഡൈനിങ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ ബാക്കിൽ കിച്ചൺ ആയിരുന്നു, അത് ഓട് മേഞ്ഞ കിച്ചണ്. അപ്പൊ കിച്ചണിന് ഇനിയും സ്പേസ് ഉണ്ടായിരുന്നോ? ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കിച്ചണ്. അപ്പോൾ ആ ഏരിയന്റെ ചുമര് തട്ടിയിട്ടാണ് അവിടെ ഞാൻ സ്ലാബ് ഇട്ടിട്ട് ഇതേപോലെ ചെയ്തത്. കൊള്ളാം, രസമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ ഇത്ര സ്പേസ് മതി, റൈറ്റ്? അതെ, സത്യം. അതായത് ഇത്ര സ്പേസ് മതി എന്ന് പറഞ്ഞാൽ നമ്മളുള്ളിൽ ഒതുക്കി, അതാണ് അത് അർത്ഥം. ഇത്ര സ്പേസ് പോരാ, പക്ഷെ ഇത് നമ്മൾ ഉള്ളിൽ ഒതുക്കി. ഉള്ളിൽ ചെറുതായിട്ട് ചെയ്തപ്പോ അതൊരു ഭംഗിയായിട്ട് തോന്നുകയാണ്, അത്രേ ഉള്ളൂ. ഒരു നേരെ കിച്ചണിലേക്ക് ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട്, ഫുഡൊക്കെ പെട്ടെന്ന് ഒരു കർട്ടൺ. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ശരിക്കും? എഞ്ചിനീയറുടെ ഐഡിയ. ആൻഡ് ഓൾറെഡി കുറെ വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് ആരുടെ സെലക്ഷൻ ആയിരുന്നു? ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, സുഭാഷ് പറഞ്ഞ ഒരു ചെക്കൻ, ഓനാണ് വീടിന്റെ മൊത്തം നോക്കിയത്. നമ്മള് വർക്കിന് പോകുമ്പോ നമുക്ക് അറിയില്ല ഇത് എവിടേക്ക് എന്തൊക്കെ എന്ന് പണിക്കാരാരാ എന്താന്ന്, ഒക്കെ എല്ലാ കാര്യങ്ങളും ഓനാ നോക്കിയത്. ഇതിന്റെ ലൈറ്റിന്റെ സ്വിച്ച് കണ്ടുപിടിക്കാൻ വരെ ഞാൻ ഓനെ ഒരു ദിവസം വിളിച്ചിരുത്തിയിട്ടുണ്ട്. കാരണം ഓനെ ഒന്ന് ഇതിന്റെ ഫുള്ള് നിയന്ത്രണം. ഈ ഓൾറെഡി ഫർണിച്ചർ പണ്ട് ഉണ്ടായതാണോ? അത് ഓൾറെഡി ഈ ടേബിള് ഓൾറെഡി ആദ്യം ഉള്ളതാണ്. എന്നിട്ട് മിൽക്കി അടിച്ചതാ, മിൽക്കി അടിച്ചതാണ്. അപ്പൊ അതിന് സൂട്ടായ ഒരു സീറ്റ് എടുത്തു. വേറെ എന്തുണ്ട്? വാൾപേപ്പർ അല്ല, ആൻഡ് ഫോട്ടോ ഫ്രെയിംസ്. ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അവാർഡുകളും കുറച്ച് സ്പേസ് വെച്ചിട്ടുണ്ട്. കുറെ ഉണ്ട്, പക്ഷെ ഇവിടെ വെക്കാനുള്ള സ്പേസ് ഇല്ല, അതാണ്. ഇനി ഇത് കിട്ടുന്നോറും ഇവിടെ വെക്കുന്നതായിരിക്കും എപ്പോഴും എല്ലാവരുടെയും സംശയം. ഇതിനായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കി വെക്കണം. നമ്മളെ അനാനൊക്കെ കാണിച്ച പോലെ ഒരു ഏരിയ അങ്ങനെ പ്ലാൻ ഉണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും മുകളിൽ ഉണ്ടാക്കാണ്ട്. ആണോ? ആഹാ, അടിപൊളി. ഓക്കെ, ഇപ്പൊ വീട്ടിൽ എത്ര റൂംസ് ഉള്ളത് ഇവിടെ? ഇപ്പോ 4 റൂം. 4 റൂമാണ്. താഴെ 2 റൂം, ഒന്ന് ലിവിംഗ് ആക്കി, ഒന്ന് കിച്ചണും ആക്കി. അപ്പൊ മുകൾക്ക് 2 റൂം എടുത്ത് ഒരു റൂമാണ് ഇവിടെ. നമുക്ക് റൂമാണ്. ഇത് നിങ്ങൾ കാണണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഈ റൂമിലാണ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നത്. അതെവിടെയെന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ചു. ഇതിലൊരു കട്ടിലിട്ടിട്ട് നിസ്കരിക്കാൻ വരെ സ്ഥലമല്ല, എന്ത് ചെയ്യും? ഇതിലാണ് കുഞ്ഞാൻ പറഞ്ഞത് 2 കോടിന്റെ വീട്, സ്വിമ്മിംഗ് പൂള്. ഇവിടെ ചെറിയ കുട്ടികളൊക്കെ കാണാൻ വരും. എന്നിട്ട് വന്നിട്ട് ആൾക്കാർക്ക് പൂള് എവിടെ ചോദിക്കലുണ്ടല്ലോ. ഇത് കേൾക്കുമ്പോ എന്താ ശരിക്കും ഫീല്? ശരിയാ തന്നെ. അത് അന്ന് ഓനങ്ങനെ പെട്ടെന്നാണ് പറഞ്ഞു പോയതാണ്. അത് പക്ഷെ അത് കേറി പൊട്ടി, അതാണ് സത്യം. ഇതാണ് ഇത്രയും സ്പേസ് ഉള്ളൂ. 3x3 ഒരു ചെറിയ റൂമാണ്. എല്ലാ റൂമും അങ്ങനെ തന്നെ, ഒറ്റ റൂം വലുതല്ല. അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഞാൻ നോക്കുമ്പോ വീട്ടില് വൈറ്റ് ഗ്രീന് കളർ തീമാണ് കൂടുതൽ കൊടുത്തത്. എനിക്ക് ബെഡ്റൂമിലും ആ തീം തന്നെയാണ് പിടിച്ചിട്ടുള്ളത് തോന്നുന്നു. അങ്ങനെയല്ല, അത് പുറത്ത് അങ്ങനെ വന്നപ്പോ അകത്ത് അങ്ങനെ ഒരു ചെയ്തു എന്നുള്ളൂ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. ഇല്ല. ഓക്കെ, എന്റെ ഓൾറെഡി വീട് വെക്കുന്ന സമയത്ത് ഒരു വൈറ്റ് തീം, സ്പേസ് ഫീൽ ചെയ്യുന്നു പറയാം. അതെന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് വീടുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, കൊമ്പങ്കാട് കൊണ്ടുപോയി വെക്കണ കണ്ടിട്ടുണ്ടോ ആ ബോർഡ്? അതേപോലെ വീഡിയോ എടുക്കാൻ പോകുമ്പോ ഒരുപാട് വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ചെല്ലുമ്പോ വൈറ്റ് ആവും. അപ്പൊ ക്യാമറമാൻ പറയും, എടാ അവിടെ വൈറ്റ് ആടാ, ഒന്നിട്ട് മാറിക്കയറി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഷൂട്ടിന് പോകുമ്പോൾ പറയുണ്ടാവും, അവിടെ വൈറ്റ് ആടാ, ബാക്ക്ഗ്രൗണ്ട് ഒന്നിട്ട് മാറിക്കയറി. അപ്പൊ ഒരു ഡാർക്കാണ് അവർക്ക് ഇഷ്ടം. അപ്പൊ ആ ഭാഗം അങ്ങനെ ചെയ്തപ്പോ ഞാൻ എന്ത് ചെയ്തു, വീടിന്റെ മൊത്തം ഫ്രണ്ടൊക്കെ ഡാർക്കാക്കി. അതുകൊണ്ടാണ് ഈ കോമ്പൊക്കെ കൊണ്ടുവരാൻ കാരണം അവിടേക്കൊക്കെ. ഓൾറെഡി നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നു. വീഡിയോസ് അല്ലേ, അതല്ലേ നമ്മള് ഞങ്ങൾക്ക് വീടിനുകളുടെ എല്ലാ മുക്കും മൂലയും ഷൂട്ട് വരുമ്പോൾ അടിപൊളി ഫ്രെയിം ആയിരിക്കണം, അത് ഓൾറെഡി മനസ്സിലാവും. ആൻഡ് ഇത് പണ്ടത്തെ ബെഡ്റൂം ആയിരുന്നു, ഇപ്പൊ കിച്ചണാണ്. അപ്പൊ കിച്ചൺ കണ്ടാലോ? ഓക്കെ. ഇവിടെ ഓൾറെഡി വൈറ്റ് ഗ്രീൻ ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. എനിക്കൊന്ന് കിച്ചൺ എന്ന് പറയുമ്പോൾ വീട്ടിലെ പെൺകുട്ടികളുടെ ഐഡിയാസ് കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കും. അവരാണല്ലോ ഏറ്റവും കൂടുതൽ ഇവിടെ ചെലവഴിക്കുന്നത്. അപ്പൊ കിച്ചൺ ചെയ്യുന്ന സമയത്ത് അവരുടെ അഭിപ്രായമാണ് ഏറ്റവും നോക്കിയത്. അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാല് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പറഞ്ഞ ഒരു കുറച്ച് വലിപ്പം വേണം, ആദ്യത്തെ പോലെ പോരാന്ന് പറഞ്ഞ. അപ്പൊ നമുക്ക് ഇത്ര ഓൾറെഡി സ്പേസേ ഉള്ളൂ. അപ്പൊ ഇതില് ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. എല്ലാ വർക്കും അതേപോലെ ചെയ്ത് കഴിഞ്ഞ് നമ്മള് ഫാബ്രിക്കേഷൻ വർക്ക് ആദ്യം ഇതുപോലെ ഒന്നും അല്ലായിരുന്നു. ഒരുപാട് കിച്ചണിൽ ഇവിടെയൊക്കെ വിറക്, ഇവിടെയൊക്കെ ചട്ടി, പാത്രം, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് നമ്മള് ഇത്ര കാലം നിന്നിട്ടിരുന്നത്. ഭക്ഷണം കഴിക്കലൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ട്. അതെ, സത്യം. ഇപ്പൊ അങ്ങനെ അല്ലാന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഉള്ളത് ഒന്ന് വൃത്തിയാക്കി, അത്രേ ഉള്ളൂ. ക്ലീൻ ആയിട്ട് ഉമ്മയും വൈഫൊക്കെ വെച്ചിട്ടുണ്ട്.
അവര് നന്നായിട്ട് ഇതൊക്കെ ഇനി എത്ര ദിവസം ഉണ്ടാവുന്നോ? 2 ദിവസം കഴിഞ്ഞ ആകെ ഇവിടെ ഓലക്കൊടി ഇതൊക്കെ പറത്തിട്ട് കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കോ? ഇല്ല ഇല്ല. അതിന് നേരം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കോണ്ടന്റ് ഉണ്ടാക്കും. കുക്കിംഗ് ചാനലും കൂടെ തുടങ്ങാം. അതെ അതെ അതെ, ഒരു വീഡിയോ എടുത്തൂടെ പ്രൊമോഷൻ? അതിന് നിനക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജ് ടൂർ നടത്തണോ? വലിയ കറക്റ്റ് കളർ മാച്ച് ആയിട്ട് ഒരു ബ്ലാക്ക് ഫ്രിഡ്ജൊക്കെ. ഇക്കോറൊക്കെ വലിയ ഫ്രിഡ്ജാ, തുറന്നു പോകരുത്. വലിയ എന്തെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നൊക്കെ. ഗ്യാസ് ഉണ്ടെങ്കിലും ഈ അടുപ്പിൽ വെച്ച് ഫുഡ് ഉണ്ടാക്കാതെ ഉച്ചക്കുള്ള ചോറൊക്കെ റെഡിയാണ്. ചോറ് വെച്ചു കൊടുക്കാണ് ഇപ്പൊ ലൈവാണ് കേട്ടോ. അതാണ് സത്യം. മലപ്പുറത്തിന്റെ അടുക്കള എന്താണ് കുക്ക് ചെയ്യുന്നത്? ചോറ് തന്നെ, ചോറാണ്. ഇത് ഓൾറെഡി അടുപ്പ് വേണം. അടുപ്പ് ഉണ്ടായിരുന്നു ആദ്യം. അടുപ്പ് ഇത് തന്നെ, ഗ്യാസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അടുപ്പ് എന്തായാലും നിർബന്ധമാണ്. അതില്ലാതെ അത് ശീലിച്ചവർക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. അതല്ല, ഇതിലുണ്ടാക്കുന്ന ഫുഡിന് വേറെ ടേസ്റ്റ്, യാതൊരു സംശയമില്ല. അത് അതുപോലെ ഈ മംഗലം ഉണ്ടല്ലോ, മൺചട്ടി, അതില് മീൻകറി അങ്ങനത്തെ, അതേപോലെ ചിക്കൻ ആയാലും എന്തുണ്ടാക്കിയാലും അതിന് വേറെ ടേസ്റ്റ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കളക്ഷൻ ഇവിടെ വേറെ ഉണ്ട് മൺകലത്തിന്റെ. അതൊക്കെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുക ഞങ്ങള്. ഉമ്മ ഉണ്ടാക്കുന്ന ഫേവറേറ്റ് ഫുഡ് ഏതാ? ഇത് ബിരിയാണി അടിപൊളിയാ, ഒരു രക്ഷയില്ല. വൈഫ് ഉണ്ടാക്കുന്നതിന് മീൻകറി, മുളകിട്ട കറി, മീൻകറി അത് നമ്മുടെ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം. നമുക്ക് അതില് വെള്ളം വന്നു. ഇനി നമ്മൾ ഇത് റൂമാ കാണാൻ വേണ്ടി പോണം. ഇനിയും നമുക്കിവിടെ ഈ വീട്ടില് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് 4 റൂം അല്ലേ ഉള്ളത്. ഞാൻ നോക്കുമായിരുന്നു ഈ കൊമ്പൻകാട് എന്ന് പറഞ്ഞ പേര്. പലർക്കും ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ക്യാരക്ടർ നെയിം തന്നെയാണ് ശരിക്കും, അങ്ങനെയാണ് ആ പേര് വന്നത്. പക്ഷെ ശരിക്കും ഇത് വീട്ടുപേരാണോ എന്നൊരു ഡൗട്ട് ആളുകൾക്കിടയിലുണ്ട്. അല്ല, ശരിക്കും ഇന്ന് പുതിയൊരു വീട് അല്ലെങ്കിൽ ഒരു മേക്ക് ഓവർ നടത്തിയ സമയത്തെ ഫ്രണ്ടിൽ ആ കൊമ്പൻകാട് എന്ന് പേരിടാനുള്ള ഒരു കാരണം എന്താ ശരിക്കും? അത് ഇവിടെ വെക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ ആദ്യത്തെ വീട് പറഞ്ഞാൽ ചെറിയ വീടാ. അപ്പോൾ അതിമ്മ കൊടുത്തിട്ട് നമുക്ക് കൊമ്പൻകാട് എന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പോണ നല്ല നല്ല വീടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു ജാതി ഇതുണ്ടാവും. അതായത് എൻ്റെ വീട്ടിൽ എന്നാണ് ഇങ്ങനത്തെ ഒരു ബോർഡ് വെക്കാൻ പറ്റുക, അങ്ങനെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചില വീഡിയോസിന് ക്യാമറമാൻ പറയാം നമുക്ക് വീട്ടിൽ നിന്ന് എടുത്താലോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ അതിനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൊമ്പൻകാടൊന്നും വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല. അപ്പോൾ ഈ എല്ലാ വീടുകളും നമ്മൾ കൊണ്ടുപോയിക്കാട്ട് ഇതിങ്ങനെ പേസ്റ്റ് ചെയ്യും ഓരോ ദിവസം. അന്ന് നമുക്ക് തോന്നുന്നു നമ്മളെ വീട്ടിൽ എന്നതൊന്ന് വെക്കാൻ പറ്റുക. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു, ഒരു ദിവസം എൻ്റെ വീട്ടിലത് വെക്കണം. അതിനും വേണ്ടിയിട്ടാണ് ഞാനിത് റീഇനാഗ്രേറ്റ് ചെയ്തത്. സത്യം പറഞ്ഞത് എല്ലാ വീഡിയോസും ഇവിടെ നിന്നാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതിൽ ഞാനൊരു എന്തായാലും പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് അത് വീട് വെക്കാം. ഇനി ഇതിന്റെ വീട്ടുപേരാക്കാൻ പറ്റിയ വീട്ടുപേരാക്കണോന്ന് വരെ ഞാൻ ആലോചിക്കുന്നുണ്ട്. പലപ്പോഴും ക്യാരക്ടർ നെയിം റിയൽ നെയിം ആയിട്ട് മാറാറുണ്ടല്ലോ, അറ്റാച്ച്ഡ് ആവാറുണ്ടല്ലോ. അപ്പൊ ഈ കൊമ്പൻകാട് എന്ന് പറയുന്നത് പിന്നീട് ലാലാ മലപ്പുറത്തിന്റെ ഈ വീട്ടുപേരെന്നല്ലേ അറിയപ്പെടുന്ന ഒരു പേരായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു ആഗ്രഹമുണ്ട്, ആലോചിക്കാം. ഇവിടെയാണല്ലോ ഒരു ക്യൂട്ടായിട്ടുള്ള വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതെ അതെ അതെ. ആദ്യം ഇവിടെ ഒരു ടോയ്ലറ്റിനുള്ള ഡോറായിരുന്നു, ഇങ്ങോട്ട് കോമൺ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് ഈ സാധനം സെറ്റ് ചെയ്തത്. അപ്പൊ ആ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആക്കി. ബ്രില്യന്റ്. ഇവിടെ മറ്റേ ലൈറ്റ് എത്തുന്ന മിററൊക്കെ ഉണ്ട് കേട്ടോ. പെൺപിള്ളേർക്ക് ഇത് മതി. നമ്മളെ ചെറിയ മോളെ നിർബന്ധമാണ് ഇങ്ങനെ ഒരു സാധനം വേണം എന്നുള്ളത്. അവളാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാം, ഇങ്ങനത്തെ ഒക്കെ ഈ ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ. ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. എനിക്കൊന്ന് ഈ വീട്ടിൽ ഇനി അറിയപ്പെടാൻ പോകുന്ന ആളായിരിക്കും എനിക്ക് തോന്നുന്നു. ആളുടെ ഒരു ഇന്റർവ്യൂ ഞങ്ങൾ തീർത്തായിരുന്നു. സ്കൂളിൽ പോയതാ. ആൻഡ് ഇവിടെ ഒരു 4 റൂമില് ഒരു റൂം. അതെ, ഒരു ബെഡ്റൂം ഉണ്ട്. ഇതില് ഞാൻ കരുതി 4 റൂമിലും പൂളായിരിക്കും. ഇതിൽ ഒരു എയർപൂൾ, കുട്ടികൾക്ക് ബേബി എയർപൂൾ ഉണ്ടല്ലോ, അതുവരെ കൊടുത്തു വെക്കാനുള്ള സ്പേസ് ഇല്ല. എന്ത് കൗവാദങ്ങളാ പറഞ്ഞു വരുത്തണേന്നൊക്കെ. പക്ഷെ ഇതും കളർ തീം ഡിഫറെന്റ് ആണ്, എങ്കിലും വീട്ടിന് മാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് തീം ആൻഡ് എല്ലാം. നിങ്ങൾ ഹോം ടൂറിന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാ. കാരണം ഇത് പ്രേക്ഷകർ ഓരോരുത്തരുടെ ചെവിയിലും പോയിട്ട് ഇതിലേക്ക് പറയാൻ പറ്റില്ല ഇത്ര പോകുന്ന റൂമാണ്, ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. ആണല്ലോ, ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ 2 കോടിക്കുള്ള സ്പേസ്, അതിനുള്ള സ്കോപ്പ് ഉണ്ടോ? ഇല്ല. ഇനിയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എന്താ, ഓ നടക്കുമ്പോ ലൈറ്റ് എത്തും. ട്രൈ ചെയ്ത നടക്കുമ്പോ ലൈറ്റ് എത്തോ?
കത്തോ നോക്കാം. ഓക്കെ, അതെ, നേരത്തെ ഓടി കത്തിയിരിക്കുന്നു. കേറി വരുമ്പോ തന്നെ 2 ഫ്രെയിംസ് കാണാം. ഇത് നമുക്ക് കണ്ണടച്ചും പറയാൻ പറ്റുമോ ഇത് പിന്നെ നമ്മളാക്കിയ ആൾക്കാര് ഫാറൂഖ്, മുനീർ, ഇത് ഞാനും. അത് വീട് വെച്ച സമയത്ത് ഓൾറെഡി ഇത്ര ഫ്രെയിംസ് ഇവിടെ വെക്കണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഇവരൊന്നും നമുക്ക് മറക്കാൻ പറ്റുമല്ലോ. അതെ, ഇവരൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു ലെവലിൽ നമ്മൾ എത്തിയത്. ഇപ്പൊ എന്റെ അടുത്ത് കഴിവുണ്ട് എന്നൊക്കെ, അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പെടും ഇല്ല. അതിന് നല്ലൊരു പ്ലാറ്റ്ഫോം തരണം ഒരാള്. അതിന് തന്ന ആൾക്കാരാണ് ഫാറൂഖ്, മുനീർ. വന്ന വഴി ഞങ്ങൾ മറക്കില്ല. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ അല്ലേ? ഇവിടെ ഇപ്പം 2 റൂം, 2 ബാത്റൂം, ഒരു സിറ്റ് ഔട്ട്. പിള്ളേർക്ക് വേണ്ടിട്ടായിരിക്കും ഒരു റൂം. ഓക്കെ, ഞാൻ വരുമ്പോഴത്തേക്ക് ഈ റൂമിന്റെ ബാത്റൂമിലാണ് കുടിക്കാൻ പോയത്. ഉദ്ഘാടനമായിരുന്നു ഞാൻ. ഓക്കെ, ആൻഡ് ഒരു ബാൽക്കണി. ഓ നൈസ്, കറക്റ്റ് ഫ്രെയിം. അതെ അതെ, ഇത് ഗിഫ്റ്റ് കിട്ടിയതാണോ വാങ്ങിയതാണോ? വാങ്ങിച്ചാ. ഇതാകുമ്പോ എന്താ വെള്ളം ഒഴിക്കണ്ട, എല്ലാത്തിനും കൊളാബ്. ഞങ്ങള് കൊളാബ് മാത്രല്ല, ഞങ്ങള് പൈസ കൊടുത്ത് സാധനം വാങ്ങാറുണ്ട് എന്നൊക്കെ. ഇത് കൊള്ളാട്ടോ, വെള്ളം ഒഴിക്കണ്ട, മൈൻഡ് ചെയ്യണ്ട, അതവിടെ നിന്നോളും, ഒന്നും വേണ്ട. വല്ലപ്പോഴും ഒന്ന് തുടച്ചു കൊടുത്താൽ മതി, പൊടിയൊക്കെ വരുവാണെങ്കിൽ. പക്ഷെ നല്ലൊരു ഐഡിയ ആണ്. ഇങ്ങനെ ഒരു സ്പേസ് വേണം എന്നത് ഭയങ്കര. ഇത് എഞ്ചിനീയർ ഇതിലുണ്ടായതിനാ, ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു സാധനം. എഞ്ചിനീയർ ഇവിടെ ഒഴിവായി നിന്നോട്ടെ എന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഒരു സിറ്റ് ഔട്ട് ഉണ്ടായിക്കോട്ടെ. ഇത് നൈറ്റ് ആണ് കാണേണ്ടതെന്ന് തോന്നുന്നു, ലൈറ്റ്സ് ഒക്കെ അല്ലേ? സത്യം, രാത്രി വേറൊരു രസമാണ് കാണാൻ തോന്നുന്നു. ഓക്കെ, ഇവിടെ തന്നെ ആരാധകരൊക്കെ വരുമ്പോ ഇങ്ങനെ ഹായ് ഹായ്. ആരാധകർ വരുമ്പോഴുള്ള സ്ഥലം നോക്കിക്കോ, നിറച്ച് കങ്ങ് നോട്ടോ. പക്ഷെ നമ്മള് മറ്റേ എല്ലാം ആക്ട് ചെയ്യും, മിററിൽ നോക്കി അഭിനയിക്കുന്നു. നമ്മുടെ ആഗ്രഹമാണല്ലോ. ഇപ്പൊ മമ്മൂക്കനെ ബർത്ത്ഡേക്ക് വന്നിട്ട് എല്ലാവർക്കും വിഷ് ചെയ്യുന്ന എങ്ങനെയാ, അതുപോലെ ഫാൻസ് ഒക്കെ ഇവിടെ ആരും വരില്ല അങ്ങനെ. അണ്ണാൻ കിളികൾ, അതെ, കുറെ കിളികളും മരംകൊത്തിയൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഫാൻസ് പറയുന്നൊക്കെ. വേറെ ആരാ വരുന്നത്? ഇപ്പൊ ഇങ്ങനത്തെ ഒരു സ്പേസ് ഒക്കെ കിട്ടുമ്പോഴേ, പ്രത്യേകിച്ച് ഇത്ര കാമായിട്ടുള്ള ഒരു സ്ഥലമൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മുടെ സ്ക്രിപ്റ്റിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ടിരുന്ന് നമ്മുടെ വർക്കിനെ കുറിച്ച് ചർച്ചയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് എല്ലാവരും വീട് വെക്കുമ്പോൾ ആഗ്രഹിക്കും, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യും. ഈ സ്ഥലങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ടോ ശരിക്കും? ഇവിടെ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് എനിക്ക് ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല. നമ്മൾ ഡെയിലി വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇവിടെ നിന്ന് ഇരിക്കണം, നമ്മളെ മറ്റേ TV കാണണം, കുറച്ചേരം ഇരിക്കണം എന്നൊക്കെ നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നടന്നിട്ടില്ല ഇതുവരെ. എല്ലാവരും സ്വന്തം വീട് വെച്ചു സമാധാനത്തിൽ കിടന്ന് ഉറങ്ങണം. ഉറക്കം ഡെയിലി എത്തും നമ്മള്. സിനിമ ഷൂട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ സിനിമയുടെ ഷൂട്ടിൽ മാത്രമേ അവർക്ക് അത്ര ലൈറ്റായി പോയിട്ടുള്ളൂ. നമ്മള് അല്ലാത്ത ദിവസങ്ങളൊക്കെ ഇവിടെ വീട്ടിലുണ്ട്. ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു മേക്ക് ഓവർ എന്ന് പറയുന്നത്, വീട് അല്ലെങ്കിൽ ഒരു നല്ല വീട് വെക്കാന്ന് പറയുന്നത്. അത് സാധിച്ച സന്തോഷം ഒരുപാട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് സത്യം. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് നിൽക്കാൻ സ്നേഹിക്കുന്ന ആളുകൾക്കും അത് കാണുമ്പോൾ അതിലേറെ സന്തോഷമാണ്. കാരണം ഈ ഉയർച്ച കാണുമ്പോഴേ നമ്മൾ വെറും 0 എന്നാ വരുന്നത്. അപ്പോ ഓരൊക്കെ എല്ലാരും ലൈക്ക് കൊണ്ട് തന്നെയാണ് നമ്മൾ എത്തുന്നത്. അതിൽ യാതൊരു സംശയവും ഇല്ല. അതിലെന്താ സംശയം? സത്യം. അപ്പൊ ഇനിയും ഹാപ്പി ആയിട്ട് പോവും. പ്രേക്ഷകർക്കുള്ള സംശയം തീർന്നു തോന്നുന്നു. 2 കോടിയുടെ വീടും എല്ലാ റൂമിലും. എനിക്ക് സത്യം പറയാം, അത് മാത്രം വലിയൊരു ആഗ്രഹമായിരുന്നു. നിങ്ങൾ വരുമ്പോ ഇതൊന്നും പറയണം എന്നുള്ളത്, ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. അത് ഓരോരുത്തരുടെ ചെവിയിൽ പോയിട്ട് പറയാൻ പറ്റൂലല്ലോ. എവിടെ പോയാലും ഒരു സീരിയസ് ആയിട്ട് എന്നോട് ഒരു ടൗണിൽ ഇറങ്ങിയപ്പോ ഒരു കാക്ക ചോദിച്ചിട്ടുണ്ട് എന്നോട്. സത്യം പറയാം, അയാൾ ചോദിച്ചാണ് എന്നോട്, ലാലെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞു, അങ്ങനെ എല്ലാം മൂപ്പര് പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ലാലെ കുടിരിക്കലൊക്കെ കഴിഞ്ഞല്ലേ, അങ്ങനെ പറയാം, കുടിരിക്കലൊക്കെ കഴിഞ്ഞല്ലേ, ഞങ്ങളൊന്നും വിളിച്ചില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 2 കോടിന്റെ വീട് വെച്ചത് അയാൾ പറയാ, 2 കോടിന്റെ പെരജ് ഉണ്ടാക്കിയത് ഞങ്ങളൊക്കെ കണ്ടിട്ടാട്ടോ, ഞങ്ങളൊക്കെ ലൈക്ക് അടിച്ചിട്ടാട്ടോ. എന്റെ മനസ്സാകണ്ട് തളർന്നു പോയി. ഞാൻ മൂപ്പരോട് കാര്യങ്ങൾ കുറെ പറഞ്ഞു കൊടുത്തു. അപ്പൊ പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞാടാ, അങ്ങനെയൊന്നും ഇല്ല, അത് സാരല്ല, ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നൊക്കെ പറഞ്ഞു. പലർക്കും ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറിക്കിട്ടി. ഇന്നത്തോട് നിങ്ങളെ വീഡിയോ ഇറങ്ങുന്നതോട് കൂടിയിട്ട് ആകെ സമാധാനം എനിക്ക് അതാണ്, മാറി കിട്ടി. ഓക്കെ, അപ്പൊ വീട് കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഇക്കയുടെ ചെറിയ കൊട്ടാരം. അത് തന്നെയാണ് പറയുന്നത്, ചെറിയ കൊട്ടാരം. ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഇവിടെ ഈ കൊട്ടാരത്തിൽ താമസിക്കുന്ന ലാല മലപ്പുറം. ഇനി വീഡിയോസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാം അല്ലേ? തീർച്ചയായും. ഇനി ഒരുപാട് വീഡിയോസ് ഈ വീട്ടിൽ നിന്നായിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ബൈ ബൈ പറയുള്ളൂ. ബൈ ബൈ.
ജർമ്മൻ പഠിക്കാനും ജർമ്മനിയിലേക്ക് പറക്കാനും ഇനി എഡ്യൂഫ്ലെയർ. എഡ്യൂഫ്ലെയർ, ഇന്ത്യസ് നമ്പർ 1 ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്.